മുന്നോട്ടേക്ക് എന്താ പറയാ പോകാൻ ഒരുപാട് പ്രാരാബ്ദം, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. എന്തായാലും ബിന്ദു സാറ് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചിന്തയിൽ ആദ്യം വരുന്നത് ഒരുപാട് തടസ്സങ്ങളാണ്. എന്നെ സംബന്ധിച്ച് എന്റെ തടസ്സം എന്ന് പറയാൻ വെച്ചാൽ ഇൻഷുറൻസ് മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ ബിന്ദു സാറിനോട് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ എനിക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല ആൾക്കാരും പറയുന്ന ഒരു ഒബ്ജക്ഷനാണ് സമയത്തിനെ കുറിച്ചല്ലേ. അപ്പൊ സമയം ഉണ്ടാവില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറിയ വ്യക്തിയാണ്. ആ സമയത്ത് ബിന്ദു സാറിനോട് പറഞ്ഞ കാര്യം, ഈ സാറിന് നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, കാരണം നിങ്ങൾ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുന്ന ആളുകൾക്ക് സമയം ഉണ്ടെങ്കിൽ ആ സമയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് ഞാൻ ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ബിസിനസിന്റെ പ്ലാൻ കേട്ട സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രാഞ്ച് 1 നമ്മുടെ ബ്രാഞ്ച് 2 സമയമുള്ള കുറച്ച് ആളുകളെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അവരെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയാണ്, അവരെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ സമയം കൂടി നമ്മുടെ സമയമായിട്ട് മാറും. ഈ ഒരു പോയിന്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് മാത്രമല്ല, ബെന്നി സാർ എനിക്ക് പ്ലാൻ വരച്ച് കാണിച്ചു തന്നു. വരച്ച് കാണിച്ചിട്ട് പറഞ്ഞു, സാറ് ബിസിനസ് ചെയ്താലും ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും ബെന്നി സാറ് ചെയ്യുന്ന ബിസിനസ് ഒക്കെ എന്റെ താഴത്ത് നടക്കുമെന്ന് പറഞ്ഞ സമയത്ത് അതും എനിക്ക് വല്ലാത്ത ഒരു അട്രാക്ഷൻ തോന്നി. ഞാൻ ഈ ബിസിനസ് പ്ലാൻ അധികം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ആക്ച്വലി ഈ ബിസിനസ് പ്ലാനാണ് പഠിക്കുന്നത്. അന്ന് ആ ബിസിനസ് പ്ലാനാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. അന്ന് ആ ബിസിനസ് പ്ലാൻ കണ്ട സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ അന്നവിടെ ഐഡിയ അടിച്ച് ഞാൻ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ബെൻസാറ് ചെയ്യുന്ന ബിസിനസ് അല്ലെ നമ്മുടെ അപ്ലൈ ലീഡേഴ്സ് ചെയ്ത ബിസിനസ് നമ്മുടെ ബ്രാഞ്ച് 1 അല്ലെങ്കിൽ ബ്രാഞ്ച് 2 അത് ചെയ്തു പോകും. നമുക്ക് എന്താണോ ബിസിനസ് ചെയ്യാൻ സൗകര്യം ഉള്ളത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു പോയിന്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഐഡിയ അടിക്കുന്നത്. പക്ഷെ ഐഡിയ അടിച്ചിട്ട് ഞാൻ അതേമാതിരി വെറുതെ ഇരുന്നിട്ടില്ല. ഐഡിയ അടിച്ച് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമിനും എന്നെ മീറ്റിങ്ങിന് എത്തിക്കാൻ വേണ്ടി ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം പല സമയത്തും വിളിക്കുന്ന സമയത്ത് ഞാൻ സമയമില്ല, നമുക്ക് പിന്നെ കാണാം, അങ്ങനെ പറഞ്ഞ് മാറി മാറി മാറുന്ന വ്യക്തിയാണ്. പക്ഷെ അനീഷ് ബാബു സാർ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്ത് ആ ഒരു വ്യക്തിത്വം, നമുക്കറിയാം ഡയമണ്ട് ആണെന്ന് അദ്ദേഹം ഇന്ന് ടോട്ടൽ മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിൽ വലിയ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് അനീഷ് ബാബു സാറ്. ഈ അനീഷ് ബാബു സാറ് ട്രെയിനിങ് ഞാൻ കോഴിക്കോട് നാളന്തയിൽ പോയ സമയത്താണ് എനിക്ക് ഈ ബിസിനസിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഈ ബിസിനസ് ചെയ്താൽ നമുക്ക് ഭാവിയിൽ എന്ത് കിട്ടുമെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇൻഷുറൻസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ആ ഒരു എന്താ പറയാ, അനീഷ് സാറിന്റെ ട്രെയിനിങ് കേട്ട സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യേണ്ട ബിസിനസ് അല്ല. ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യണം. കാരണം നമുക്ക് കിട്ടുന്നത് നമ്മുടെ മാത്രം അധ്വാനത്തിന്റെ ഫലമല്ല, ഒരുപാട് ആളുകളുടെ ഒരു ടീമിന്റെ അധ്വാനം കിട്ടുന്ന ഒരു മേഖലയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിരുന്നു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മാസവും ഞാൻ വർക്ക് ചെയ്യും. എല്ലാ മാസവും വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് വരുമാനം കിട്ടും. അടുത്ത മാസം ഞാൻ തന്നെ ഇറങ്ങണം. ആ സമയത്ത് എനിക്ക് വരുമാനം കിട്ടും. അന്ന് ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ ട്രെയിനിങ് എടുത്ത വ്യക്തിയോട് ചോദിക്കുകയാണ്, വിജീഷ എത്ര വർഷമായി നിങ്ങൾ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ 5-6 വർഷമായിരുന്നു പറഞ്ഞു. ഈ 6 വർഷം വർക്ക് ചെയ്ത മേഖലയിൽ നിന്ന് 6 മാസം മാറി നിൽക്കാൻ എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. അത് എല്ലാത്തിനും ചോദ്യമായി പോയി. കാരണം എന്നെ സംബന്ധിച്ച് 6 മാസം പോയിട്ട് 6 ദിവസം മാറി നിന്ന വരുമാനം കിട്ടൂല. ശരിയല്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പല ആളുകളും ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ടേക്കും ചെയ്യുന്നുണ്ടാകും. ഈ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് നമ്മളെ ഓരോ ആളുകളും ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മളൊരു 6 ദിവസം, ഒരാഴ്ചയോ 1 മാസമോ മാറി നിന്നാൽ നമുക്ക് എന്താ വരുമാനം കിട്ടുക? സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു. അന്ന് രാത്രി ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, 6 വർഷം ഞാൻ ചെയ്ത മേഖലയിൽ നിന്ന് ഒരാഴ്ചയോ 1 മാസമോ ഞാൻ മാറി നിന്നാൽ ഒരു വരുമാനം എനിക്ക് കിട്ടില്ല. ആ ട്രെയിനർ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് 1, 2, 3 വർഷം വർക്ക് ചെയ്ത് നിങ്ങളൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, മൈലേജിൽ ചുമ്മാ ഐഡിയ അടിച്ചാൽ പോരാ. മൈലേജിൽ ഐഡിയ അടിച്ചിട്ട് എല്ലാ മീറ്റിങ്ങിനും കയറിയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം. ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു പാസീവ് ഇൻകം കിട്ടും. സത്യം പറയാന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാസീവ് ഇൻകം എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ എന്താ ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അദ്ദേഹം പറയുന്നത് രണ്ട് തരത്തിലുള്ള വരുമാനമുണ്ട്. ഒന്ന് ആക്റ്റീവ് ഇൻകം ആണ്, ഒന്ന് പാസീവ് ഇൻകം ആണ്. വിജീഷിന് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത് ആക്റ്റീവ് ഇൻകം ആണ്. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങളൊരു ടീമിനെ ബിൽഡ് ചെയ്യണം. ആക്റ്റീവായ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും. അത് എന്നെ സംബന്ധിച്ചൊരു തിരിച്ചറിവായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പാസീവ് ഇൻകത്തെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അന്ന് വരെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാം. പാസീവ് ഇൻകം ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്.
നമ്മുടെ നാട്ടിൽ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത്, വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വരുമാനത്തിന് പറയുന്ന പേര് പാസീവ് ഇൻകം എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ MI യൂസഫ് അലി ആണെങ്കിലും, നമ്മൾ മുകേഷ് അംബാനി ആണെങ്കിലും, ഗോകുലം ഗോപാലനാണെങ്കിലും, കൊച്ചൗസേപ്പി ചിറ്റപ്പള്ളി ആണെങ്കിലും, ഇവരൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത് പാസീവ് ഇൻകം ആണെന്നാണ്. അപ്പൊ വെച്ച് പാസീവ് ഇൻകത്തിന്റെ പ്രത്യേകത എന്താ? പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന് പറയുന്ന പേരാണ് പാസീവ് ഇൻകം. അത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. അപ്പോ അതിൽ ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് ഈ പാസിംഗ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ശക്തമായ ടീമിനെ ഉണ്ടാക്കുക, ആക്റ്റീവായ ടീമിനെ ഉണ്ടാക്കുക. ആ ടീം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. എന്റെ ടീമില് ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏകദേശം 10-30,000 ആളുകൾ ID അടിച്ചിട്ടുണ്ട്. ഹലോ, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 10-30,000 ആളുകൾ എന്റെ ടീമില് ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ആയിട്ട് ID അടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഈ 30,000 ആളുകളും ID അടിച്ച ആളുകൾ പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ ഒരു 10% ആളുകൾ, 10,000-ന്റെ 10% എന്ന് പറയുന്നത് 3,000 ആളുകൾ, അല്ലെ? 3,000 ആളുകൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഈ 3,000 ആൾക്കാർ പ്രവർത്തിക്കുന്നത് വിജീഷ് സാറിന് വരുമാനം കിട്ടാൻ വേണ്ടിയല്ല. ശരിയാണോ? ഇതിൽ ഈ മീറ്റിംഗിൽ നിന്ന് ഏകദേശം 10-250 ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ 250 ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്ത് നിങ്ങളുടെ അപ്ലൈൻ ലീഡർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയാണോ? യെസ് ഓർ നോ? യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് തമ്പ് ചെയ്യാം, അല്ലെ? നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് നോ ആണെങ്കിൽ ടൈപ്പ് ചെയ്യാം. അത് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? നോ. അല്ലെ, 350 ആൾക്കാർ ഈ മീറ്റിംഗിലുണ്ട്, അല്ലെ? ഈ 350 ആൾക്കാരുടെ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്റെ അപ്ലൈ ലീഡർക്ക് വരുമാനം കുറവാണ്, എന്നാ പിന്നെ കുറച്ച് വരുമാനം ലീഡർ കിട്ടിക്കോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമ്മുടെ വരുമാനത്തിന് വേണ്ടിയാണ്. ശരിയല്ലേ? എല്ലാവരും നോ പറയുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ ടീം ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയല്ല, അവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാ. ശരിയല്ലേ? അങ്ങനെ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അവരുടെ വരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾക്ക് അതിന്റെ ലാഭം കിട്ടിയിരിക്കും. ഈ ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ്സിൽ വളരെ സീരിയസ് ആക്കിയത്. അന്ന് മുതൽ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ് എങ്ങനെ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. ഹലോ, ഞാൻ സത്യമായിട്ട് പറയാണ്, പല ആളുകളും മൈ ലൈഫ് സ്റ്റൈലിൽ ഇന്ന് മീറ്റിംഗിലുണ്ട്. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അറിവില്ലായ്മ ഒരു തെറ്റല്ല. ഹലോ, പക്ഷെ അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് തെറ്റാണ്, അല്ലെ? മൈലേജ് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ കടന്നു വരികയും നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമുക്കത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഫുൾ ടൈം ആയിട്ട് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടുമോ? ഈ ബിസിനസിന് ഭാവി ഉണ്ടോ? ഹലോ, ഈ ഇൻഡസ്ട്രി, ഈ മേഖലയ്ക്ക് ഭാവി ഉണ്ടോ? അങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ നിരന്തരമായിട്ട് 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാക്സിമം 1 വർഷം, അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ആരും പാർട്ട് ടൈം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? 6 മാസം കൊണ്ട് നമുക്ക് പഠിക്കാൻ മനസ്സിലുള്ള ആൾക്ക് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാം, പ്ലാനിനെ കുറിച്ച് പഠിക്കാം, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാം, കമ്പനിയെ കുറിച്ച് പഠിക്കാം, ഈ മേഖല, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാം. പഠിക്കാൻ മനസ്സിലാതെ അങ്ങനെ ഈ 6 മാസം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ട്രെയിനിങ്ങിനും പോയി പഠിച്ചു കഴിഞ്ഞാൽ, അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഹലോ, എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഞാൻ ഈ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനൊക്കെ പോയ സമയത്ത് എനിക്ക് കിട്ടിയ തിരിച്ചറിവ് എന്താന്ന് വെച്ചാല്, ഇത് പാർട്ട് ടൈം ചെയ്യേണ്ടതല്ല, ഇത് ഫുൾ ടൈം ചെയ്യേണ്ടതാണ്. അതർ പീപ്പിൾ മണി, അതർ പീപ്പിൾ എഫേർട്ട്, അതർ പീപ്പിൾ ടൈം. ഹലോ, അതർ പീപ്പിൾ ഐഡിയ. ഹലോ, അതർ പീപ്പിൾ മണി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പണം, അതർ പീപ്പിൾ ടൈം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സമയം, അതർ പീപ്പിൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അധ്വാനം. ഹലോ, അതർ പീപ്പിൾ ഐഡിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബുദ്ധി. ഇതെല്ലാം നമ്മൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ശരിയല്ലേ? ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി 100 പേരെ വെച്ചിട്ട് ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ ആ 100 പേരുടെ സമയം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കണ്ടേ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ നിങ്ങൾ തമ്പ് ചെയ്യണം. ആ 100 പേരുടെയും അധ്വാനം എനിക്ക് കിട്ടണമെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ അവർക്ക് പണം കൊടുക്കണ്ടേ? ഹലോ, ഈ 100 പേരുടെയും ബുദ്ധി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ തിരിച്ച് പണം കൊടുക്കണ്ടേ? എന്നാൽ ഇന്ന് MI ലൈഫ് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മളെ കൂടെ 100 അല്ല, 200 അല്ല, 1000 അല്ല, 10,000 ആളുകൾ വന്നാലും ഇവരുടെ സമയവും ഇവരുടെ ബുദ്ധിയും ഇവരുടെ എഫേർട്ടും നമുക്ക് കിട്ടാൻ നമ്മൾ പണം കൊടുക്കണോ? ഹലോ, വേണ്ട. ഇതൊക്കെ നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്താൽ മതി, ആ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ മതി. ഒരു ടീമിനെ ബിൽഡ് ചെയ്യുകയും
ആ ടീമിനെ ട്രെയിൻ ചെയ്യുകയും ചെയ്താൽ, ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനമാണ് പാസീവ് ഇൻകം. ഈ ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഫുൾ ടൈം ആവാൻ കാരണം. അത് ഞാൻ മാക്സിമം 8 മാസമേ എടുത്തിട്ടുള്ളൂ. 8 മാസം കൊണ്ട് എനിക്ക് ആ തിരിച്ചറിവ് കിട്ടി. ഞാൻ ഫുൾ ടൈം ആയി. എല്ലാവർക്കും ഇത് കിട്ടിക്കോളണമെന്നില്ല. ഇന്നും 2 വർഷമായിട്ടും 3 വർഷമായിട്ടും പാർട്ട് ടൈം ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. ചില ആൾക്കാർക്ക് ഈ തിരിച്ചറിവ് പെട്ടെന്ന് കിട്ടും, ചില ആൾക്കാർക്ക് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും, ചില ആളുകൾക്ക് ഒരു കാര്യം കിട്ടുകയില്ല. നിങ്ങളിത് ടൈപ്പാന്ന് എനിക്കറിയില്ല. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 350 ആൾക്കാരിൽ ഈ തിരിച്ചറിവ് എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ധാരാളം സാറൊക്കെ ഇതിൽ കാണുന്നില്ല. ധാരാളം സാറൊക്കെ ബ്രാൻഡിന് LTC ആയി കഴിഞ്ഞ ദിവസം. വളരെ സന്തോഷമായി. കാരണം അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടിയ ആളാണ് അല്ലേ. നേരെ പഠിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിവ് കൊടുക്കില്ല. ചിലർക്ക് പെട്ടെന്ന് കൊടുക്കും, ചിലർക്ക് വലിയ കൊടുക്കുള്ളൂ, ചിലർക്ക് കൊടുക്കുകയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, എന്താണ് പെട്ടെന്ന് തിരിച്ചറിവ് തരണേ. ഈ ഒരു മേഖലയിൽ എനിക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ബുദ്ധിയും ശക്തിയും തരണമെന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റില്ല. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറ്റില്ല. അപ്പൊ എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിന്റെ പേരാണ് പാസീവ് ഇൻകം. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പാസീവ് ഇൻകം ലഭിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കയ്യിലുള്ള ഒരേ ഒരു അവസരത്തിന്റെ പേരാണ് മൈലേജ് സ്റ്റേറ്റ്. വേറെ ഏത് ഒരു സാധാരണക്കാരന് പാസീവ് ഇൻകം കിട്ടാൻ വേറെ ഏത് മേഖലയാണല്ലോ നിങ്ങളൊന്ന് പറ. എനിക്ക് ലക്ഷങ്ങളോ കോടികളോ മുടക്കിയിട്ട് 1000 പേരെ വെച്ചിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പറ്റുമോ? എനിക്ക് പാസീവ് ഇൻകം കിട്ടും, നോ ഡൗട്ട്, ഒരു സംശയമില്ല. പക്ഷേ ഓരോ ദിവസവും അധ്വാനിച്ച് ചെലവിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതത്തില് ഭാവിയിലൊരു പാസീവ് ഇൻകം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് കിട്ടിയ ദൈവം കൊടുത്ത ഒരേ ഒരു മേഖല ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് MI ലിസ്റ്റ്. ഞാൻ വെല്ലുവിളിക്കാം, ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരെയും വെല്ലുവിളിക്കാം. വേറെ ഏതെങ്കിലും മേഖല ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. വേറൊരു മേഖലയും ഞാൻ കണ്ടില്ല. പാസീവ് ഇൻകം കിട്ടാൻ കേട്ടോ. ആക്റ്റീവ് ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ പണിക്ക് പോയാൽ മതി, അല്ല നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ മതി. പക്ഷെ ഇന്ന് മൈലേജ് സ്റ്റേറ്റിനോട് ഞാൻ സന്തോഷത്തോടു കൂടി പറയുന്നു, അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ന് മൈലേജ് എന്ന് പറയുന്ന കമ്പനിയിൽ വരികയും പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് മൈലേജ് സ്റ്റേറ്റിലൂടെ പാസീവ് ഇൻകം ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ പാസീവ് ഇൻകം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സുഖമില്ലാതെ കിടക്കുമ്പോൾ കിട്ടുന്ന പൈസയല്ല. നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ ആരോഗ്യം ആസ്വദിക്കാൻ വേണ്ടി കിട്ടുന്ന പണമാണ് പാസീവ് ഇൻകം. പല ആൾക്കാരോട് ചോദിച്ചാൽ പറയും, സാറേ പാസീവ് ഇൻകം എന്താ ചോദിച്ചാൽ പറയും, സാറേ നമ്മൾ നാളെ സുഖമില്ലാതെ കിടക്കൂലേ, അപ്പൊ വരുമാനം കിട്ടില്ല, അതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യം ആസ്വദിക്കാനുള്ള പണം കൂടി കിട്ടുന്ന സമയത്താണ് പാസീവ് ഇൻകം ആവുക. ശരിയല്ലേ? എൻ്റെ ഒരു അപ്ലൈൻഡ് ഉണ്ട്, മുബീൻ മുഹമ്മദ് സാർ. അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ 6 മാസമായിട്ട് അമേരിക്കയിലാണ്, USA-ലാണ്. ഹലോ, അദ്ദേഹത്തിന് എല്ലാ മാസവും മുടങ്ങാതെ ശരാശരി 1 കോടി രൂപ MI ലൈഫ് സ്റ്റൈൽ വഴി കിട്ടുന്നുണ്ട്. ഹലോ, ഒരു വർഷം കിട്ടുന്ന കാര്യമില്ല പറഞ്ഞു, ഓരോ മാസം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെ ഇല്ല? നമ്മുടെ രാജ്യത്ത് പോലും ഇല്ല. വേറെ രാജ്യത്ത് അദ്ദേഹം താമസിക്കുക, ഫാമിലി ആയിട്ട് താമസിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫാമിലി ആയിട്ട് USA-ൽ താമസിക്കുക. പക്ഷെ എല്ലാ മാസവും അദ്ദേഹത്തിന് ഓരോ കോടി കിട്ടുന്നുണ്ടോ? കാരണം എന്താണെന്നറിയോ? മൈ ലൈഫിൽ വന്നിട്ട് ആദ്യത്തെ 5 or 6 വർഷം അദ്ദേഹം വീട്ടിൽ കയറാതെ, വീട്ടിൽ വരാതെ വല്ലപ്പോഴൊക്കെ മാത്രമേ അദ്ദേഹം വരുള്ളൂ. ഭൂരിപക്ഷം സമയവും മൈ ലൈഫ് സ്റ്റൈലിന് വേണ്ടി, മൈ ലൈഫ് സ്റ്റൈലിന്റെ ടീമിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ഇന്നിപ്പോ ഇന്ത്യയിലേക്ക് തന്നെ വരാതെ ഫുൾ ടൈം ഫാമിലിന്റെ കൂടെ ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് പാസീവ് ഇൻകം. ഇങ്ങനെ കിട്ടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു 5 or 6 വർഷം ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഒരു 6ാമത്തെ വർഷം മുതലേക്ക് കൃത്യമായിട്ട് പാസീവ് ഇൻകം കിട്ടുന്ന ഈ മീറ്റിംഗിന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ള ആൾക്കാർ തമ്പ് ചെയ്തേ. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. എവിടെ 350 തമ്പ് വരണല്ലോ, തമ്പ് കാണുന്നില്ലല്ലോ. അധികം ആൾക്കാർക്ക് ആഗ്രഹമില്ലേ പാസീവ് ഇൻകം കിട്ടാൻ? അപ്പൊ ഇനി പാസീവ് ഇൻകം കിട്ടാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഞാൻ കാര്യം കൂടി പറയാം. എനിക്ക് എങ്ങനെ പാസീവ് ഇൻകം കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബിസിനസിനെ കുറിച്ച്, ഈ മേഖലയെ കുറിച്ച് നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. ഇതൊരു ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്താണ് വ്യവസായം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആയിരക്കണക്കിനല്ല, 10,000 കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് വ്യവസായം. MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി, MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല, ഇതൊരു വ്യവസായമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ MI ലൈഫ്സ്റ്റൈൽ. ശരിയാണോ തെറ്റാണോ?
അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സാധാരണ ബിസിനസ്സിലേക്കല്ല, നമ്മൾ വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ്, വ്യവസായത്തിലേക്കാണ്. വ്യവസായം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് വ്യവസായം. ഹലോ. അപ്പൊ നമ്മളിത് കടന്നു വരുന്നത് എങ്ങനെയാ അല്ലെ? ഞാനിപ്പോ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് എന്റെ സുഹൃത്തിന് നിർബന്ധം കൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് അങ്ങനെ തന്നെയായിരിക്കും. ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചു, ആ പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടി അല്ലെ? നമ്മൾ പതിയെ പതിയെ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അപ്പൊ ഈ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. നമുക്ക് അറിയാത്തൊരു മേഖലയാണിത്. 100% അറിയാത്തൊരു മേഖലയാണ്. നമ്മുടെ ഫാദറോ നമ്മുടെ പൂർവികർ ചെയ്ത് പരിചയമില്ലാത്തൊരു മേഖലയാണ്. ശരിയല്ല? എന്റെ ഫാദർ എന്ന് പറയുന്നത് സാധാരണ ഡ്രൈവറാണ്. എന്റെ ഫാമിലി എന്ന് പറയുന്നത് സാധാരണ ഫാമിലിയാണ്. ഞാൻ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു എന്താ പറയാ MBA എടുക്കണമെന്നായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഡിഗ്രി കഴിഞ്ഞോടുകൂടി പിന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. വീട്ടിലെ പല പ്രശ്നങ്ങളും പല സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഞാൻ ആ പഠിത്തം അവസാനിപ്പിച്ചു. നേരെ ജോലിയിലേക്ക് ഇറങ്ങിയ ആളാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA എടുക്കണമെന്നായിരുന്നു. ഹലോ. പക്ഷെ ഇന്ന് മൈ ലൈഫിൽ വന്നു. സീലിംഗ് അച്ചീവർ ആയി, CTC റാങ്കൊക്കെ ആയി, അടുത്ത ITC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അന്ന് MBAക്ക് പോയത് നന്നായി. ഹലോ. അന്ന് MBAക്ക് പോയിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ മനസ്സിൽ എന്ത് വരും? ഞാൻ ഒരു MBA കാരനാണെന്നുള്ള ഈഗോ വരും അല്ലെ? നമ്മുടെ റവി സാറൊക്കെ ഇപ്പൊ MBA ആണ്. ഹലോ. അപ്പൊ MBA വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ മൈ ലൈഫിൽ സോപ്പും പേസ്റ്റും വിൽക്കുമോ? ഞാൻ ആളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമോ? ഞാൻ ആരാ? ഞാൻ MBA കാരനാ. ഞാൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 30,000-നോ 40,000-നോ കൂടി പോയാൽ 50,000-നോ ശമ്പളം വാങ്ങി ജീവിക്കുന്നുണ്ടാവും. ശരിയാണോ തെറ്റാണോ? അന്ന് MBA എടുക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് ഈഗോ ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ മൈ ലൈഫിലേക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ടല്ലേ ഇന്ന് ആഴ്ചയിൽ 2 അടിക്കാൻ പറ്റിയത്. അപ്പൊ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലതാ. അന്ന് MBAക്ക് പോകാൻ നന്നായി ഞാനിപ്പോ ആലോചിക്കുന്നു. കാരണം മാത്രമല്ല എന്റെ അപ്ലൈ ലീഡറുണ്ട്. കുറ്റിയാടി സ്വദേശിയ നമ്മുടെ ശ്രീധരൻ സാറ് എന്റെ അപ്ലൈ ലീഡറാ. അദ്ദേഹം 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ വരുമാനം 7 ലക്ഷം രൂപയാണ്. പിന്നെ MBAക്ക് പോകേണ്ട എന്റെ ആവശ്യമുണ്ട്? നിങ്ങൾ പറ. 7ാം ക്ലാസ്സുകാരനായ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ വ്യക്തി ഇന്ന് മൈ ലൈഫിലൂടെ ഒരു മാസം ശരാശരി 7 ലക്ഷം രൂപ വരുമാനമാകുന്നുണ്ട്. ഹലോ. അവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. നമുക്കിവിടെ സാമ്പത്തിക ബുദ്ധിശക്തിയാണ് വേണ്ടത്. ഈ സാമ്പത്തിക ബുദ്ധിശക്തി ഈ ബിസിനസ്സിലൊരു സാധാരണക്കാരന് കിട്ടുന്ന മേഖലയാണ് MI ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്ന് ഈ പാസിംഗത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ ഈ മേഖലയെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പാസീവ് ഇൻകം വേണം. നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും നമുക്ക് ആസ്വദിക്കാനുള്ള സമയവും ആരോഗ്യവും ഉള്ള സമയത്ത് നമുക്ക് വരുമാനം വേണം. വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി സ്റ്റെപ്പ് നമ്പർ 1 എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യണം. ആ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യവും നിലവിൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലുണ്ട്. യെസ് ഓർ നോ? ഞാൻ 8 വർഷം മുന്നേ ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്നു. ഇന്ന് ആ സാഹചര്യം അനുകൂലമായി മാറി. ഹലോ. ഇന്ന് നിങ്ങൾക്കൊരാളെ പ്രോഗ്രാം കേൾപ്പിക്കണമെങ്കിൽ കോഴിക്കോട് തന്നെ താമരശ്ശേരിയോ ബാലുശ്ശേരിയോ കോഴിക്കോട് സിറ്റിയിലോ നമുക്ക് എന്തുണ്ട്? പ്രോഗ്രാം സെന്റർ ഉണ്ട്. ഒരാൾ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ്സിലൂടെ കടന്നു വരണമെങ്കിൽ, ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ, ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കമ്പനി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം കേൾക്കാനുള്ള പ്രോഗ്രാം സെന്ററും പ്രൊഡക്റ്റ് എടുക്കാനുള്ള PUC സെന്ററൊക്കെ നിലവിൽ കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ കമ്പനി ഒരുക്കി കഴിഞ്ഞു. പക്ഷെ 8 വർഷം മുന്നത്തെ സ്ഥിതി അതല്ല. കേരളത്തിൽ പ്രോഗ്രാം സെന്റർ ഇല്ല. ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി പോയത് എറണാകുളത്താണ്. രാവിലെ 6 മണിക്ക് ട്രെയിൻ കയറി. ഹലോ. എറണാകുളത്ത് പോയി അവിടെ നിന്നാണ് ഇനി ആദ്യത്തെ ട്രെയിനിങ് കേൾക്കുന്നത്. ആദ്യത്തെ ട്രെയിനിങ് കേൾക്കാൻ ഞാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ന് കടന്നു വരുന്ന നമ്മുടെ ടീമിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മളെ വീട്ടിലേക്ക് ട്രെയിനിങ് വരിക. എല്ലാവരും ഇരിക്കുന്ന വീട്ടിലല്ലേ? നിങ്ങൾ സ്വീകരണ മുറിയിലോ, നിങ്ങളെ ബെഡ്റൂമിലോ, നിങ്ങൾ അടുക്കളയിലോ എവിടെയൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ലീഡർമാർ അങ്ങോട്ട് വരികയല്ലേ ചെയ്യുന്നത്, ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ കുറച്ച് അരമണിക്കൂർ സഞ്ചരിച്ച നിങ്ങൾക്ക് ട്രെയിനിങ് സെന്റർ ആയില്ലേ? താമരശ്ശേരി പ്രോഗ്രാം ഇല്ലേ? ബാലുശ്ശേരി പ്രോഗ്രാം ഇല്ലേ? കോഴിക്കോട് പ്രോഗ്രാം ഇല്ലേ? ഹലോ. അപ്പൊ ഞങ്ങൾ ഈ ബിസിനസ്സിലോട്ട് വന്ന സമയം എന്ന് പറയുന്നത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു. ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഞങ്ങൾ ഈ ബിസിനസ്സിൽ പിടിച്ചുന്നത് ഞങ്ങളുടെ ലീഡേഴ്സിന്റെയും കമ്പനിയുടെയും വാക്കുകൾ വിശ്വസിച്ചിട്ടാ. ഞങ്ങളുടെ കമ്പനി പറഞ്ഞു, പേടിക്കണ്ട, കേരളത്തിൽ ഔട്ട്ലെറ്റ് വരും.
നിങ്ങൾ കുറച്ചു കാലം കേരളത്തിന്റെ പുറമെ പോയി മംഗലാപുരത്ത് പോയി കോയമ്പത്തൂർ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ ലീഡർ പറഞ്ഞ വാക്കുകൾ, ഞങ്ങളെ കമ്പനി പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ വിശ്വസിച്ചു. അന്ന് ആ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചു. അന്ന് ആ പ്രതികൂലമായ സാഹചര്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഈ ബിസിനസ് ഞങ്ങൾ പിടിച്ചു നിന്നു. അന്ന് പല ആൾക്കാരും പറഞ്ഞു, ഓ കമ്പനി കേരളത്തിൽ ഔട്ട്ലെറ്റ് കൊണ്ടുവരാണ്ട് പോകുന്നില്ല, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വിട്ടുപോയി. വിശ്വാസമില്ലാതെ പല ആൾക്കാരും വിട്ടുപോയിന്നേ. ആ വിട്ടുപോയയുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പിടിച്ചു നിന്നുകൊണ്ടല്ലേ നമുക്ക് ഈ വിജയം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. നിങ്ങൾ അപ്ലൈ ലീഡർ ആയിക്കോട്ടെ, നമ്മുടെ കമ്പനി ആയിക്കോട്ടെ, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും 100% വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. വിശ്വാസമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കില്ല. ഞങ്ങള് ഒന്നുമില്ലാത്ത സമയത്ത്, അതായത് ഒരു ബിസിനസ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ആഴ്ചയിൽ 2-10 കിട്ടും എന്ന് പറയില്ലേ. ഹലോ, 10,000 മാച്ച് ചെയ്താൽ എത്ര കിട്ടുക? 1,200. 10 ലക്ഷം മാച്ച് ചെയ്താൽ 1,20 കിട്ടും. 17 ലക്ഷം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2,10,000 കിട്ടുമെന്ന് പറയാറില്ലേ GTS എടുക്കുമ്പോ. അതേമാതിരി നമ്മൾ ഓരോ വീടുകളിൽ കയറി വട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ, ഫയൽ വെച്ച് വട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറയും 2,10,000 കിട്ടുമെന്ന് പറയുമ്പോൾ ഒരാൾ ചോദിക്കും, നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും, അല്ല ഈ 2,10,000 കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ എന്താ പറയാ? ഞങ്ങളുടെ ടീമില് ആരും 2,10 വാങ്ങാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പറയും, സാറേ കിട്ടും, കിട്ടിയെന്നല്ല പറയാ, ഭാവിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന പറയാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങി ആളുകളെ തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും സീലിംഗ് അച്ചീവേഴ്സാ. ശരിയാണോ തെറ്റാണോ? ഹലോ, ഇന്ന് നിങ്ങൾ ഒരാൾ ബിസിനസ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അയൽവാസിക്ക്, നിങ്ങളെ ബന്ധുവിന്, നിങ്ങളെ കുടുംബക്കാരന് നിങ്ങൾ ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആഴ്ചയിൽ 2-10 ആഴ്ചയിൽ കൊടുക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ് 2-10 കിട്ടി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ചുറ്റുപാട് 2-10 വാങ്ങിയ ആളുകളെ കാണിച്ചു കൊടുക്കാനുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ നിങ്ങൾ തമ്പയിടാം. ആ, അന്ന് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കാറ് വാങ്ങിയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറ് വാങ്ങി ആരുമില്ല. ഹലോ, അന്ന് ഞങ്ങൾ പറയും ഈ ബിസിനസ്സിലൂടെ ഒരുപാട് വരുമാനം കിട്ടിയാലും ഒരുപാട് കാർ അച്ചീവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കമ്പനിയാന്ന് പറയുമ്പോൾ, അന്ന് ബോംബെയിലും മഹാരാഷ്ട്രയിലൊക്കെ നടന്ന പ്രോഗ്രാമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങൾ പറയല് കാർ ലോഞ്ചിങ്ങിന്റെ കാര്യങ്ങൾ, കാർ വാങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നെന്താ അവസ്ഥ? ഇന്ന് കോഴിക്കോടില്ല, കേരളത്തിലെ ഏത് GTS പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? മൈ ലൈഫിലെ ലീഡേഴ്സിന്റെ കാർ നിർത്താൻ സ്ഥലമില്ല. ശരിയാണോ തെറ്റാണോ? മലപ്പുറത്ത് GTS നടക്കുന്ന സമയത്ത് അവിടെ വ്യാപാര ഭവന്റെ മുന്നിൽ കാറ് വെക്കാൻ സ്ഥലമില്ലായിട്ട് ചുറ്റുപാടില്ല വ്യാപാരികളൊക്കെ എന്ത് ചെയ്തു? കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല, ഇവിടെ കാറ് വിറച്ച് വെച്ചിട്ട് കച്ചവടം നടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ അവസ്ഥ? എന്നിട്ട് ഞായറാഴ്ചത്തേക്ക് മാറ്റി, കാരണം ഞായറാഴ്ച കട അവധിയാണല്ലോ, അങ്ങനെ നമ്മൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിയതാ മലപ്പുറം പ്രോഗ്രാം. പണ്ടത്തെ കാര്യമാണ്, ഇപ്പൊ ബുധനാഴ്ചയാണ്. അപ്പൊ ഇന്ന് ഈ ലെവലിലോട്ട് നമ്മൾ മാറി. ഇന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 2-10 കിട്ടിയ ആളെ കാണിച്ചു കൊടുക്കാനോ കാർ അച്ചീവറെ കാണിച്ചു കൊടുക്കാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ വന്ന അവസരം അങ്ങനെയല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാർ അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാനോ ഒരു സീലിംഗ് അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാനോ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥ, ഇന്ന് അനുകൂലമായ കാലാവസ്ഥ. അനുകൂലമായ കാലാവസ്ഥ കിട്ടിയിട്ടും വിജയിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പാ? ഹലോ, ഉൽപ്പന്നമായിട്ട് നമ്മൾ പോവല്ലോ. ബ്ലഡ് പ്യൂരിഫയറും കഫ്നിലും കവചപ്രാഷും ലിവഗെയിനും വുമൺ കമ്പൈനൊക്കെയായിട്ട് ഞങ്ങൾ ഫീൽഡ് പോകുമ്പോ നാട്ടുകാർ ചോദിക്കുക, ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറയാ, എന്തെങ്കിലും അസുഖം വന്ന ആരുത്തരം പറയും? ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരാ? എന്ത് ഇപ്പോഴല്ല, 8 കൊല്ലം മുന്നത്തെ അവസ്ഥയാ. ഇന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആയിരക്കണക്കിന് ആൾക്കാരാ. ആണോ അല്ലയോ? ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റിൽ എല്ലാവർക്കും വിശ്വാസം വന്നോ ഇല്ലയോ? എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡില് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസം വന്നോ ഇല്ലയോ? ഇന്ന് നമ്മുടെ ഉൽപ്പന്നം പോസിറ്റീവ് അല്ലേ? ആണെങ്കിൽ നിങ്ങൾ തമ്പ് ചെയ്യണം സാർ. എല്ലാവരും തമ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും തമ്പ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഇത് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും തമ്പ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്തെ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളില്ല. പല ആളുകളെ മുന്നിൽ നിന്നും നമ്മൾ കഫ്നിലും ബ്ലഡ് പ്യൂരിഫയറും ലിവഗെയിനും കഴിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ? ഇന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആയിരക്കണക്കിന് ആളുകളെ കാണിച്ചു കൊടുക്കാൻ നമുക്കില്ലേ?
അപ്പൊ അനുകൂലമായ കാലാവസ്ഥയല്ലേ, അനുകൂലമായ കാലാവസ്ഥയിൽ ആഞ്ഞടിക്കണം എന്നാണ് ഞാൻ പഠിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ പതുങ്ങിയിരിക്കുകയും അനുകൂലമായ കാലാവസ്ഥ വരുമ്പോ ആഞ്ഞിറങ്ങിക്കൊള്ളണം, ആഞ്ഞ് പ്രവർത്തിച്ചോളണം എന്നാണ് ഞാൻ പഠിച്ചത്. യെസ് ഓർ നോ? നമ്മൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക? നമ്മൾക്ക് നല്ല കമ്പനി കിട്ടിയില്ലേ, നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടിയില്ലേ, നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നില്ലേ, നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല ലീഡേഴ്സ്, നല്ല കഴിവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് നമ്മളെ കൂടെ ഇല്ലേ? ഹലോ, ഇനി നമ്മൾക്ക് ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ? ഇനി ഒറ്റ കാര്യം തീരുമാനിക്കുക, ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക, വേറെ ഒന്നും നമുക്ക് വേണ്ട. പല ആളുകളും പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്താണ്? വ്യക്തമായ കൃത്യമായ ലക്ഷ്യമില്ല. ഇനി വേണ്ടത് ലക്ഷ്യമാണ്. ഈ ആഴ്ചയില്, ഈ മാസം, ഈ വരുന്ന 4 മാസം എക്സോറ എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ പ്രോഗ്രാമിലും ഞാൻ എന്ത് നേട്ടം ഉണ്ടാക്കും അത് എഴുതി വെച്ച് പ്രവർത്തിക്കുക. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ അച്ചീവ് ചെയ്തത് ഒരു കോണ്ടസ്റ്റ് ആണ്, ഒരു ഹൗസ് ബോട്ട് കോണ്ടസ്റ്റ് ആണ്, ആലപ്പുഴ. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ആദ്യത്തെ മാസം നമ്മുടെ ടീം തന്നൊരു കോണ്ടസ്റ്റ് ആണ് ആലപ്പുഴ ഹൗസ് ബോട്ട് ട്രിപ്പ്. ഞാൻ ആൻസർ അന്ന് വരെ ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല. അന്ന് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു, എങ്ങനെയെങ്കിലും ഹൗസ് ബോട്ടിൽ പോകണം. ഹലോ, അന്ന് ആ ചെറിയ കോണ്ടസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 35,000 രൂപയുടെ കോണ്ടസ്റ്റ് ആകാൻ തോന്നുന്നു. 35,000 രൂപയുടെ കോണ്ടസ്റ്റ് ഞാൻ ഓടി പിടിച്ച് വിന്നായി. ആലപ്പുഴ കോണ്ടസ്റ്റ് വിന്നായ സമയത്ത് എന്റെ ആത്മവിശ്വാസം കൂടി. ഞാൻ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് കൂടി. ഞാൻ മോശക്കാരെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമതായിട്ടൊരു മൈസൂർ ട്രിപ്പ് വന്നു. ആ മൈസൂർ ട്രിപ്പ് ഞാൻ വിന്നായി. മൂന്നാമതായിട്ടൊരു ഊട്ടി ട്രിപ്പ് വന്നു. ആ ഊട്ടി ട്രിപ്പ് ഞാൻ വിന്നായി. അങ്ങനെ വെക്കുന്ന കോണ്ടസ്റ്റുകൾ, മത്സരങ്ങളൊക്കെ ഞാൻ വിന്നാവാൻ തുടങ്ങി. കാരണം എന്താ? എനിക്ക് വിന്നായേ പറ്റൂ. എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്, എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്. അപ്പൊ എനിക്ക് പണം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കോണ്ടസ്റ്റും ഞാൻ വിന്നാവും. അങ്ങനെ 1, 2, 3, 4 കോണ്ടസ്റ്റ് ഒക്കെ വിന്നായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നത്? മലേഷ്യൻ കമ്പനി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുവരുന്നത്, ഇന്റർനാഷണൽ ടൂർ കൊണ്ടുവരുന്നത് മലേഷ്യ. ഹലോ, എന്റെ കയ്യിൽ പാസ്പോർട്ട് പോലും ഇല്ല, ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനായിട്ട് ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ പല ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല. എന്റെ ഒരുപാട് സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു, ജീഷ പാസ്പോർട്ട് നമുക്ക് ഇവിടെ ജോലി ചെയ്യാം. നമ്മൾ വേണ്ട, നാട്ടിൽ ജോലി ചെയ്താൽ മതി, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. പക്ഷെ മൈലേഷ്യയിൽ വന്നു. നമ്മുടെ കമ്പനി മൈലേഷ്യൻ കമ്പനി മലേഷ്യയിലേക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വെച്ച സമയത്ത് അപ്പൊ എനിക്കൊരു ആഗ്രഹം വന്നു, ആ ട്രിപ്പിന് എന്തുകൊണ്ട് പോയിക്കൂടാ? കാരണം എന്താ? ഞാനിവിടെ എല്ലാ കോൺടെസ്റ്റും വിൻ ചെയ്യുന്ന ആളാ. എല്ലാ കോൺടെസ്റ്റും വിൻ ചെയ്യുന്ന സമയത്ത് എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. ആ കോൺഫിഡൻസ് കൂടിയ സമയത്ത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എന്തുകൊണ്ട് വിൻ ആവാൻ പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അന്ന് ഞാൻ ഇറങ്ങി. ആക്ച്വലി 13 ആഴ്ചയായിരുന്നു സമയം. 13 ആഴ്ചയായിരുന്നു ആ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, മലേഷ്യ ട്രിപ്പിന്റെ. 13 ആഴ്ച കൊണ്ട് 8 ലക്ഷം ബിസിനസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് വിൻ ചെയ്തു. സൗജന്യമായിട്ട് കമ്പനിയുടെ കൂടെ ഒരാഴ്ച മലേഷ്യ എന്ന് പറയുന്ന അതിഗംഭീരമായ രാജ്യം സന്ദർശിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ, മൈലേജ് സെല്ലിലൂടെ എന്റെ ആദ്യത്തെ സക്സസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മലേഷ്യ ട്രിപ്പ് എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ച ഒറ്റ കാരണമേ ഉള്ളൂ, അതിന് മുന്നേ വെച്ച ചെറിയ 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 കോൺടെസ്റ്റ് ഒക്കെ ഞാൻ വിന്നായി. ആ ചെറിയ ചെറിയ കോൺടെസ്റ്റ് ഒക്കെ വിന്നായപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ കോൺഫിഡൻസ് കൂടി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ കോൺടെസ്റ്റും വിന്നാവുക. നമ്മുടെ ടീം വെക്കുന്ന കോൺടെസ്റ്റും കമ്പനി വെക്കുന്ന എല്ലാ കോൺടെസ്റ്റും വിന്നാവുക. അങ്ങനെയാണെങ്കിൽ ഇനിയും ഭാവിയിൽ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ വരും, അത് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വിദേശത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ടൂർ പോകണം? വിദേശത്തേക്ക് പണിക്ക് നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? എനിക്കറിയാം. വിദേശത്തേക്ക് മലേഷ്യ പോലുള്ള, സിംഗപ്പൂർ പോലുള്ള, തായ്ലൻഡ് പോലുള്ള സ്ഥലത്തേക്ക് ഫ്രീ ആയിട്ട് ടൂർ പോകുന്ന എത്ര പേർക്കൂടെ ആഗ്രഹമുണ്ട്? ഈ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്വപ്നം കാണണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം. ഇനിയും ട്രിപ്പ് വരും, കഴിഞ്ഞിട്ടില്ല. മലേഷ്യ ട്രിപ്പ് ഞാൻ പോയി വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ കമ്പനിയുടെ പവർ എന്താണെന്ന് മനസ്സിലായി, കമ്പനിയുടെ മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. കാരണം നമ്മളെ കൊണ്ടുപോയി താമസിപ്പിച്ചത്, നമ്മൾക്ക് അത്രയും സൗകര്യങ്ങൾ തന്ന സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മുടെ കമ്പനിയുടെ പവർ എന്താണ്. തിരിച്ചു വന്ന് അത് ശക്തമായിട്ട് പ്രവർത്തിച്ചു. പിന്നെ എന്റെ കോൺഫിഡൻസ് കൂടി. ഇനി ചെയ്യുകയാണെങ്കിൽ മൈലൈഫേ ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഹലോ, കേരളത്തിൽ നിന്ന് ടോട്ടൽ 159 പേരാണ് മലേഷ്യയിലേക്ക് പോയത്. അതിലൊരു വ്യക്തിയായിട്ട് വേറെ എനിക്ക് സാധിച്ചത് എങ്ങനെയാ? എന്റെ തീരുമാനമാണ്. എനിക്ക് പോയേ പറ്റൂ. അതെന്റെ ആഗ്രഹമാണ്, അതെന്റെ സ്വപ്നമാണ്. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തീവ്രമായിട്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. തീവ്രതയുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും സ്വപ്നമുണ്ട്. അത് നേടാനുള്ള തീവ്രത എത്ര പേർക്കുണ്ട്? അതാണ് സക്സസ് എന്ന് പറയുന്നത്. എല്ലാവരും സ്വപ്നം കാണാറുണ്ട്, എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്.
പക്ഷെ അത് നേടിയേ പറ്റൂ. ആഗ്രഹങ്ങൾ ആവശ്യമായിട്ട് മാറുമ്പോഴാണ് സക്സസ് ഉണ്ടാവുക. ഹലോ, ആഗ്രഹങ്ങൾ എന്തായിട്ട് മാറണം? ആവശ്യമായിട്ട് മാറും. എനിക്ക് വീട് വെക്കുക എന്ന് പറയുന്നത് എന്റെ ആഗ്രഹമല്ല, അത് ആവശ്യമായിട്ട് മാറും. ഒരു വാഹനം വാങ്ങുക എന്ന് പറയുന്നത് എന്റെ ആഗ്രഹമല്ല, അത് ആവശ്യമായിട്ട് മാറും. ആഗ്രഹവും ആവശ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. യെസ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? അത് എപ്പോഴെങ്കിലും നേടിയാൽ മതി. ആവശ്യം അങ്ങനെയല്ല. ഹലോ, ഇന്നിപ്പോ ഈ മോർണിംഗ് മീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കൂലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂലേ? ഹലോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹമാണോ ആവശ്യമാണോ? ഹലോ, എല്ലാവരും പറയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് എന്റെ ആഗ്രഹം എന്ന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. അത് നമ്മളെ ആവശ്യമാണല്ലോ. ഇനിയിപ്പോ ഉച്ചയാകുമ്പോഴേക്ക് വിശക്കല്ലോ. അപ്പൊ ഈ ഉച്ചഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ ആഗ്രഹമാണോ ആവശ്യമാണോ? അത് പറയും. ഹലോ, അത് ആവശ്യമാണ്. ഇതേപോലെ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഓരോരോ സ്വപ്നങ്ങളും ഓരോരോ ആഗ്രഹങ്ങളും അത് ആഗ്രഹമല്ല, അതെന്റെ ആവശ്യമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കാൻ തുടങ്ങുക. യെസ് ഓർ നോ? ആരാ ശരിയല്ലേ? ഇതില്ലേ ഈ ബിസിനസ്സിന് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഇതിൽ നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും എന്ത് ആഗ്രഹിച്ചാലും നേടിത്തരാൻ പറ്റുന്ന കമ്പനിയാണ് മൈലേജ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മലേഷ്യ പോയി വന്ന് തിരിച്ചു വന്ന സമയത്ത് അതിശക്തമായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷമാണ് എന്റെ ആഗ്രഹം ആവശ്യമായിട്ട് മാറിയത്. ആദ്യത്തെ ഫോർ വീലർ മാരുതി ഓൾട്ടോ 800 ആദ്യത്തെ ഫോർ വീലറായിട്ട് 10 കാർ ഒരുമിച്ച് നമ്മൾ ബെന്നിസാർ ടീമിൽ ഇറക്കി. അന്ന് ഞാനും ഒരു കാർ, എന്റെ ആദ്യത്തെ കാർ മൈ ലൈഫിലൂടെ. അന്ന് എന്റെ കുടുംബക്കാരും അയൽവാസികളും ബന്ധുക്കളൊക്കെ പറഞ്ഞു, അത് കുറച്ച് ദിവസം ഉണ്ടാവും, ആ കാർ കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. ഇങ്ങനെ പറഞ്ഞത് അല്ലെ. ഞാൻ കാർ വാങ്ങിയപ്പോ എല്ലാവരും അഭിനന്ദിച്ചതല്ല. ജീഷ് കാർ വാങ്ങിയിട്ടുണ്ട്, ഒരു 6 മാസം ഓടിച്ചു കഴിഞ്ഞാൽ ആ കാർ ബാങ്കുകാർ കൊണ്ടുപോയിക്കോളും. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഒരുപാട് ആൾക്കാർ എന്റെ കാർ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തോ ആ പ്രാർത്ഥന ഫലിച്ചു. 6 മാസം കൊണ്ട് പോയിട്ടില്ല, ഒരു 2 കൊല്ലം കൊണ്ട് ആ കാർ പോയി. ഹലോ, 2 കൊല്ലം കൊണ്ട് ആ കാർ പോയി. എന്റെ കയ്യിലേക്ക് ഒരു 14 ലക്ഷം രൂപയുടെ ഒരു കിയ സോണറ്റ് എന്ന് പറയുന്ന കാർ വന്നു. നാട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കില്ല. പിന്നെ കുറെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഏകദേശം ഈ കാറും മാറ്റാനായി. ഹലോ, ഈ വിജീഷിന്റെ കാർ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ആഗ്രഹം ആവശ്യമായിട്ട് മാറിയാൽ മതി. ഒരു 14,000 രൂപ കിട്ടുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 10,36,000 രൂപ എനിക്ക് മാസം അടവുണ്ട്. ഒരുപാട് ചിട്ടിയും ഒരുപാട് ലോണൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നമാണ്. അപ്പൊ 2,10,000 എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിന് പോകുമ്പോ അങ്ങനെ കേൾക്കും. അപ്പൊ ഞാൻ എനിക്ക് 2,10,000 വേണ്ടപ്പ. ഒരു മാസം ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരടവ് അടയ്ക്കാലോ. ഒരു 3, 4, 5 അടവൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ് അത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന പല ആൾക്കാർക്കും ഇതേമാതിരി 5,000, 10,000, 20,000 ആവശ്യമുണ്ടായിരുന്നു. അവരൊക്കെ ആവശ്യക്കാരായിരുന്നു. അവർ 5,000-നും 10,000-നും 20,000-നും വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കമ്പനിയുടെ 436-ാമത്തെ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്കും 210 വന്നു. ഹലോ, അതിപ്പോ എന്റെ കുഴപ്പമാണോ? നിങ്ങൾ പറയാം. ഞാനൊരു ടീമിനെ ഉണ്ടാക്കി, ടീമിലുള്ള ആൾക്കാർക്കൊക്കെ പൈസ ആവശ്യമാണ്. അവരൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിച്ചു? ബിസിനസിന്റെ പ്ലാൻ പ്രകാരം എനിക്ക് ഓട്ടോമാറ്റിക് 210. അതുകൊണ്ട് നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്താൽ മതി, 210 പിറകെ വന്നോളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാരണം എന്താണ്? ആവശ്യക്കാരെ കൊണ്ടുവരണം, അത്യാവശ്യക്കാരെ കൊണ്ടുവരണം. ശരിയല്ലേ? അല്ലാതെ ഒരാവശ്യമില്ല, ഒരാഗ്രഹവും ഇല്ലാത്ത കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റില്ല. ഞാൻ ഈ ബിസിനസ്സിലോട് കൊണ്ടുവന്നതിൽ പല ആൾക്കും പണം ആവശ്യമുണ്ടായിരുന്നു. ഞാനും അവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്ത് ആഴ്ചയിൽ 17 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു. 17 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നാല് ആരെ അക്കൗണ്ടിലേക്ക് കമ്പനി 210 അയച്ചു തരും. അത് ബെന്നി സാറോ അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ അയൂബ് സാറോ, അങ്ങനെ ആരെ കണക്കൂല. ആര് താഴത്താണോ 17 ലക്ഷം രൂപയുടെ ബിസിനസ് കംപ്ലീറ്റ് ആകുന്നത് അവർക്ക് കമ്പനി 210 അയച്ചു തരും. മുഖം നോക്കൊന്നുമില്ല, അവരുടെ സൗന്ദര്യം നോക്കൂല, അവരുടെ വിദ്യാഭ്യാസം നോക്കൂല, ഒന്നും നോക്കൂല. 17 ലക്ഷത്തിന്റെ ബിസിനസ് ഒരു ടീമായിട്ട് ആര് ചെയ്യുന്നോ അവർക്ക് 210 അയച്ചു കൊടുക്കുന്നേ. ഹലോ, ഇവിടെ ആഴ്ചയിൽ 2,10,000 രൂപ കിട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാറിയോ? ആലോചിച്ച് നോക്കിയേ. ഇന്നിപ്പോ നമുക്ക് 210 കിട്ടിയാല് നാട്ടുകാരാണോ സന്തോഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടുകാരാണോ സന്തോഷിക്കുക? അതിനെക്കാട്ടും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സാണ്. നമ്മൾ ഈ ബിസിനസ്സിലോട് കൈപിടിച്ച് കൊണ്ടുവന്ന ലീഡറാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക.
നമുക്ക് 2/10 കിട്ടുമ്പോ ശരിയാണോ? നമുക്ക് 2/10 കിട്ടിയാൽ നമ്മളെ ലീഡർക്ക് ആഴ്ച 2/10 കിട്ടിയിരിക്കുക, യാതൊരു സംശയമില്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ബിസിനസ് പ്ലാനാണ്. അങ്ങനെ ആഴ്ചയിൽ 2,10,000 രൂപ കിട്ടി അല്ലെ, പുതിയ കാലിലോട്ട് മാറി. ഇന്നിപ്പോ CTC എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നു. അവരുടെ എല്ലാ മാസവും പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ കമ്പനി കൊടുക്കുന്ന മാസ വരുമാനമാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് അല്ലെ. ആ പെർഫോമൻസ് ബോണസ് കൂടാതെ ഇപ്പൊ TDS കൊടുക്കാൻ തുടങ്ങി. ഹലോ, ഇന്നിപ്പോ പെർഫോമൻസ് ബോണസ് കൂടാതെ കമ്പനി ഇപ്പൊ TDF എന്ന് പറയുന്ന വാർഷിക വരുമാനം കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ആഴ്ചയിലെ വരുമാനം കൊടുക്കുന്നു, മാസത്തിൽ വരുമാനം കൊടുക്കുന്നു, വർഷത്തിൽ ഒരുമിച്ച് വരുമാനം കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനൊക്കെ ZTC ആയ സമയത്ത് ഈ വരുമാനം ഇല്ല. ഇന്നിപ്പോ ZTC മുതൽ RTC വരെയുള്ള ആളുകൾക്ക് കമ്പനി TDF കൊടുക്കുക. ധാരണ സാറേ, നമ്മളൊക്കെ RTC ആവുന്ന സമയത്ത് ഇതില്ല, സങ്കടമായിട്ട് വയ്യ. ഇപ്പൊ ഉള്ള സൗകര്യം എന്താണ്? വർഷത്തിൽ ഒരു സംഖ്യ ഒരുമിച്ച് കിട്ടല്ലേ. 4,50,000 രൂപ TDF വാങ്ങിയ RTC ലീഡറെ കണ്ടപ്പോ ഞാൻ വിചാരിക്കും, എന്തൊരു കഥയാണ്. കമ്പനി വാരിക്കോരിയല്ലേ കൊടുക്കുന്നേ, ശരിയല്ലേ? ഏത് കമ്പനി കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ഇന്നിപ്പോ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് മുന്നിൽ കൂടി നിങ്ങൾ പോയി നോക്കിയേ, അവിടെ പന്തല് കെട്ടിയിട്ട് നഴ്സുമാര് സമരം ചെയ്യുക 2,000 രൂപ കൂട്ടി കിട്ടായി. ശരിയാണോ? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലെ എന്താ പറയാ ആശാ വർക്കർമാര് നിയമസഭേന്റെ മുന്നിൽ സമരം ചെയ്യുക, മാസങ്ങളോളം സമരം ചെയ്യുക. എന്തിനാ അറിയോ? എത്ര കുട്ടി കിട്ടാനാ? 1,000 രൂപ കുട്ടി കിട്ടായി. ആ സമയത്ത് കമ്പനിയുടെ വാരി കോരി കൊടുക്കുക, അത് അടുത്തോളി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണ്ട, ഇതാ പ്രശ്നം. ശരിയല്ലേ? നിങ്ങൾക്ക് ആഴ്ചയിൽ വേണോ? ആഴ്ചയിൽ വാങ്ങിക്കോ. നിങ്ങൾക്ക് മാസത്തിൽ വേണോ? നിങ്ങൾക്ക് മാസത്തിൽ കൊണ്ടുപോയിക്കോ. നിങ്ങൾക്ക് വർഷത്തിൽ വേണോ? വർഷത്തിൽ തരാം. വേറെ ഏത് കമ്പനിയാ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറ. ഇന്ന് വരുമാനത്തിന് വേണ്ടിയിട്ട്, വരുമാനം കൂട്ടി കിട്ടാൻ വേണ്ടി ആളുകൾ സമരം ചെയ്യുന്ന നാടാണ്. ആ സമയത്ത് കമ്പനി നമുക്ക് വാരി കോരി തരുന്നേ. അപ്പൊ നമ്മൾക്കൊരു ലക്ഷ്യമില്ല, നമുക്കൊരു ടാർഗറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. വേറെ ഒന്നുമല്ല. നമുക്ക് ആർക്കൊക്കെ ലക്ഷ്യമുണ്ടോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്നേ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. പലപ്പോഴും പല ആൾക്കാരും വിജയിക്കാത്തതിന്റെ കാരണം എന്താണ്? മടിയാ, അല്ലെങ്കിൽ പേടിയാ. ചിലപ്പോ പോയി പറയണ്ടേ. ഹലോ, ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അവരെന്ത് വിചാരിക്കും? ഈ 2 വികാരങ്ങളാണ് നമ്മളെ പിറകോട്ട് നയിക്കുന്നത്. എന്നാൽ ഈ മടിയും ഈ പേടിയും നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം തന്നെ നിങ്ങളൊരു ഗോൾ ഉണ്ടാക്കണം. ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ് അല്ലെ. ഇന്ന് വേൾഡ് കപ്പിന് ഭയങ്കര മത്സരങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങൾ ഫുട്ബോൾ കളി കാണുന്ന സമയത്ത് അവിടെ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ എന്തൊക്കെയാ അവസ്ഥ കളിയിലെ? ആ കളി കാണാൻ രസം ഉണ്ടാവോ? നിങ്ങൾ പറ. ഗോൾ അടിക്കൂലേ? ഇപ്പൊ 2 ഭാഗത്തും ഗോൾ പോസ്റ്റ് ഇല്ല. ഈ കളിക്കാരെ എങ്ങോട്ടാ ഗോൾ കൊണ്ടുപോവാ? ആ കളിക്കുന്ന മനോഹാരിത എന്ന് പറയുന്നത് ആ ഗോൾ പോസ്റ്റ് അല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും ഈ ഗോൾ പോസ്റ്റ് വേണ്ടേ? ഹലോ, നിങ്ങൾ പ്രതികരിക്കണം. വേണോ വേണ്ടയോ? പല ആളുകളുടെയും ബിസിനസ് പോകുന്നത് വളരെ സ്ലോ ആയിട്ടാ. ചെയ്യണ്ടേ? അങ്ങനെയാ പോകുന്നത്. കാരണം എന്താ? വ്യക്തമായൊരു ഗോളില്ല. നിങ്ങളൊരു ഗോൾ എഴുതി വെക്ക്. ഈ മാസം എനിക്ക് എന്ത് നേടണം? വരുന്ന 4 മാസം കൊണ്ട് എക്സോഡിൽ ഞാൻ എവിടെ എത്തണം? നിങ്ങൾ എഴുതി വെച്ച് വർക്ക് ചെയ്യും. നിങ്ങൾ ഉറപ്പിച്ചു വരികയാണ്, അവിടേക്ക് നമ്മൾ എത്തും. എഴുതി വെക്കാത്ത ഗോള് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എഴുതി വെച്ചിറങ്ങുക. അങ്ങനെ ഗോൾ എഴുതി വെച്ച് ഇറങ്ങിയ ആളുകളാണ് ഇന്ന് സക്സസ് ആയത്. ഇന്ന് ഈ ബിസിനസ്സിലൂടെ 2,10,000 വാങ്ങിയതും കാറ് വാങ്ങിയതും റാങ്ക് അടിച്ചവരൊക്കെ തന്നെ ഗോളുള്ള ആളുകളാ. അല്ലാതെ വെറുതെ കിട്ടിയതല്ല, ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല. അതിനുവേണ്ടി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ച ആളുകളാ. പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇന്ന് തന്നെ നിങ്ങളെ ബുക്ക് എടുത്തിട്ട് ഇതാ ഈ ഒരു മാസം ഈ ഒരു കട്ട് ഓഫ് ആകുമ്പോഴേക്ക് എന്റെ ഗോൾ എന്താണ്, ഈ വരുന്ന 4 മാസം കൊണ്ട് എക്സോറ് നവംബർ 1-ാം തീയതി ആകുമ്പോൾ എന്റെ ഗോൾ എന്താണ് നിങ്ങൾ എഴുതി വെക്ക്. പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റൂല. പല ആൾക്കാരും പിന്നെ ഇരുന്ന് ഉറങ്ങുന്നത് എന്തുകൊണ്ടാ? ഫോൺ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത് എന്തുകൊണ്ടാ? അവരെ പ്രചോദിപ്പിക്കുന്ന ഗോളില്ല. ശരിയല്ലേ? അപ്പൊ ഉറക്കം വരും. ഈ ഗോള കൊണ്ട് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഉറക്കം വരും. ഹലോ, ഞാൻ 2,10,000 രൂപ നേടാൻ വേണ്ടി തീരുമാനിച്ച അന്ന് മുതൽ എന്റെ ഉറക്കം പോയി. പിന്നെ എനിക്ക് ഉറക്കില്ലേ പിന്നെ എന്താ അവസ്ഥ? എന്റെ ടീമിനെ ഞാൻ ഉറക്കുമോ? ലീഡർ ഉറക്കം പോയാൽ ലീഡർ എന്താ ചെയ്യുക? താഴത്തിൽ എല്ലാവരും ഉറക്കം പോകൂലേ? ഇപ്പൊ എന്താ അവസ്ഥ? ലീഡർ നല്ല ഉറക്കാം. അപ്പൊ ടീം എന്ത് ചെയ്യും? ടീം നല്ല ഉറക്കായിരിക്കും. ഹലോ, അപ്പൊ ആദ്യം ലീഡർ ഉറക്കം പോകണം. ശരിയല്ലേ? ആദ്യം ലീഡർ ഉറക്കം പോകണമെങ്കിൽ ലീഡർ വ്യക്തമായ ഒരു ഗോളിന്റെ മുന്നേ കാണണം. ഈ എക്സോറയിൽ എനിക്ക് ഇന്നതാവണം. അങ്ങനെ ഒരു ഗോൾ നിങ്ങൾക്ക് എഴുതി വെച്ച് പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ല, പിന്നെ ഉറക്കണ്ടാവില്ല. പിന്നെ എല്ലാ ദിവസവും മാക്സിമം ആളുകളെ കാണാനും ഫോളോ അപ്പ് ചെയ്യാനും
മീറ്റിംഗ് നടത്താനും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങും. ഇല്ലെങ്കിൽ ഒരു വർക്കും ഉണ്ടാവില്ല. വരുമ്പോ ഓരോരോ ലക്ഷ്യങ്ങളും വ്യക്തമായി അല്ലാതെ ലീഡേഴ്സ് അല്ല. ഒരു ഗോളും അതിനനുസരിച്ച് നേടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സക്സസ് ആകാൻ പറ്റുന്ന ഞാൻ പഠിച്ചത്. അവിടെ നിങ്ങളെ കഴിവ് പ്രശ്നമേ അല്ല. ഇവിടെ ആഗ്രഹവും നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ആവശ്യവുമാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നിങ്ങൾക്കതുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഡ്രീം ഉണ്ട്? എത്ര പേർക്ക് ഗോൾ ഉണ്ട്? ഇല്ലേ? തമ്പ് ചെയ്തേ, എനിക്ക് വ്യക്തമായ ഗോൾ ഉണ്ട് സാർ എന്ന് പറയുന്ന എത്ര പേര് മീറ്റിംഗിലുണ്ട്? ആരില്ലേ? 10-350 പേരുള്ള മീറ്റിംഗ് നടത്തുന്നത് ഒരു തമ്പ് ചെയ്താൽ മതി. യെസ്, വേറെ ആൾക്ക് വ്യക്തമായ ഗോൾ ഉണ്ടെന്ന് പറഞ്ഞ് തമ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ചത്തെ ഗോൾ എത്ര പേർക്കുണ്ട്? ഈ ക്ലോസിംഗ് ആകുമ്പോഴേക്ക്, ഈ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് എത്ര പേർക്ക് ഗോൾ ഉണ്ട്? ഈ കട്ട് ഓഫിലേക്ക് എത്ര പേർക്ക് ഗോൾ ഉണ്ട്? ഈ 4 മാസത്തെ ഗോൾ എത്ര പേർക്കുണ്ട്? ഇങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് ഇറങ്ങുന്നവർ മാത്രമേ മൈ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അല്ലാതെ ലീഡറുടെ നിർബന്ധം കൊണ്ടോ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ ചെയ്യുന്ന ആളുകളൊക്കെ ഈ ബിസിനസ് വിറ്റുപോയിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് ഏറ്റെടുക്കണം. ഇത് എന്റെ ബിസിനസ്സാണ്, ശരിയല്ലേ? ഇത് എന്റെ ബിസിനസ്സാണ്. ആ ഒരു തിരിച്ചറിവ് ആർക്ക് വരുന്നോ അവരാണ് ബിസിനസ്സിൽ സീരിയസ് ആവുക, ശരിയല്ലേ? മറ്റുള്ളവരൊക്കെ ലീഡർമാർ തള്ളി കൊണ്ടുവരും, തള്ളി കൊണ്ടുവന്ന കുറെ ആളുകൾ. അപ്പൊ നമ്മുടെ സ്വന്തം ബിസിനസ്സാണിത്. ഞാൻ വിജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, അല്ലെ ചോദിക്കുക? വിജീഷ് വിജയൻ എന്ന് പറയുന്ന വ്യക്തി വിജയിക്കേണ്ടത് ആരുടെ ആവശ്യ? ബെന്നി സാർ ആവശ്യ അല്ല, എന്റെ ആവശ്യ. ശരിയാണോ? ഞാൻ നാളെയിൽ വിജയിച്ചു കഴിഞ്ഞാൽ സക്സസ് ആകാൻ വേണ്ടി പോകുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് എന്റെ അടുത്ത തലമുറയാണ്. ഈ തലമുറ മാത്രമല്ല, നെക്സ്റ്റ് ജനറേഷൻ കൂടി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു ദിവസം 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ക്ഷീണം തോന്നാറില്ല. കാരണം എന്താ? ഞാൻ ഉണ്ടാക്കുന്ന ടീം നാളെ പാസീവ് ഇൻകം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്റെ 2 ജനറേഷനാണ്. യെസ് ഓർ നോ? ഈ ഒരു തിരിച്ചറിവില്ലാത്തവർക്ക് കുറച്ച് ക്ഷീണം വരും, ശരിയല്ലേ? ഈ ഒരു തിരിച്ചറിവില്ലാത്തവർക്ക് ക്ഷീണം ഉണ്ടാവും, അവർക്ക് വർക്ക് ഉണ്ടാവില്ല, അവർ വളരെ സ്ലോ ആയിരിക്കും. പക്ഷെ ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാലോ, ഞാൻ ഇന്ന് പ്രവർത്തിച്ചൊരു ടീമിനെ ഉണ്ടാക്കി ആ ടീമിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്റെ 2 തലമുറക്ക് കിട്ടുമെന്ന വിശ്വാസമുള്ള ആളുകൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർ ഓടിക്കൊണ്ടേയിരിക്കും. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയാണോ? യെസ്, ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലൂടെ 2 തലമുറയ്ക്ക് വരുമാനം വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. വ്യക്തമായിട്ട് ഗോൾ വെക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾക്ക് ആ ലക്ഷ്യം നേടാനുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും കമ്പനി തരുന്നുണ്ട്. നമ്മുടെ കൂടെ എത്ര വലിയ ടീമാണെങ്കിലും അവർക്കൊക്കെ വ്യക്തമായിട്ട് എല്ലാ ബുധനാഴ്ചയും വരുമാനം കമ്പനി കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഹലോ, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% ക്വാളിറ്റി കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട്. നമുക്ക് ഇന്ന് വരുമാനം തരാൻ, ഇത്രയും വരുമാനം തരാൻ പറ്റിയ വേറെ പ്ലാൻ ഇല്ല. നിങ്ങൾക്ക് ഡെയിലി വേണോ? നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി മറ്റവർക്ക് പരിചയപ്പെടുത്തി ഡെയിലി വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആഴ്ചയിൽ വരുമാനം വേണോ? നിങ്ങൾക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ ആ ടീം പ്രവർത്തിക്കുന്നതിന്റെ വരുമാനം നിങ്ങൾക്ക് ആഴ്ചയിൽ കിട്ടും. നിങ്ങൾക്ക് മാസത്തിൽ വരുമാനം വേണോ? എല്ലാ മാസവും വ്യക്തമായ ടാർഗറ്റ് വെച്ച് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി മാസ വരുമാനം കൊടുക്കുന്നു. നിങ്ങൾക്ക് വർഷത്തിൽ വരുമാനം വേണോ? നിങ്ങൾക്ക് വാർഷിക വരുമാനം കമ്പനി കൊടുക്കുന്നു. ആ കാര്യമൊക്കെ ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, കമ്പനി വരുമാനം കൊടുക്കുന്ന കാര്യത്തിൽ പക്കയാണ്. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ടീമിന്റെ അവസ്ഥ എന്താ? എല്ലാം ഓക്കെ അല്ലേ? ഹലോ, നിങ്ങളെ കൂടെ 24 മണിക്കൂർ നിൽക്കാൻ പറ്റിയ ലീഡേഴ്സ് നിങ്ങളെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് വ്യക്തമായ ട്രെയിനിങ് തരാൻ വേണ്ട എല്ലാവരും സംവിധാനം ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാ ഏരിയകളിലും ട്രെയിനിങ്ങും പ്രോഗ്രാമും ഇല്ലേ? ഹലോ, ഇനി നമ്മളെ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? നമ്മളെ ട്രേഡ് യൂണിയൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എല്ലാ മേഖലയും എല്ലാ ഭാഗവും ഇന്ന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഒറ്റ കാര്യം, നമ്മൾ ഓക്കെ ആവാം. നമുക്കൊരു ഗോൾ വേണം, നമ്മൾ ഇറങ്ങുക, വേറെ ഒന്നും നമുക്ക് അതിന് മേലെ ഇല്ല, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നൊരു തീരുമാനമെടുക്കുക. ഇന്നത്തെ മോർണിംഗ് മീറ്റിൽ കയറിയത് വെറുതെ സമയം കളയാനല്ല. ഇന്നത്തെ മോർണിംഗ് മീറ്റ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് മീറ്റ് കയറാറുണ്ട്. പക്ഷെ ഇന്നത്തെ മോർണിംഗ് മീറ്റ് നമ്മൾ തീരുമാനം എടുക്കണം. ഡിസിഷൻ, ഒരു ഉറച്ച തീരുമാനം എടുക്കണം. സാറേ, ഇതാ എന്റെ ലക്ഷ്യം ഇതാണ്, ഞാൻ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ മോർണിംഗ് മീറ്റ് കയറിയതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ നീ 1 മണിക്കൂർ വേസ്റ്റാണ്. നമ്മൾ ഇന്നത്തെ 1 മണിക്കൂർ പോയത് കുട്ടിയാണ്. അതല്ല, ഇന്ന് നമ്മൾ തീരുമാനമെടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടല്ലോ, അതാണ് സക്സസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് മീറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. ആരും റെഡി? എല്ലാവരും തയ്യാറാണോ? ഹലോ, തയ്യാറാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും തമ്പ് എനിക്ക് കിട്ടണം. ഈ മീറ്റിംഗിൽ ഇപ്പൊ ഏകദേശം എത്ര പേരുണ്ടെന്ന് അറിയോ? ഏകദേശം സാറേ
411 പേരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 411 പേരുണ്ട്. ഈ 411 പേരെ വെല്ലുവിളിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് മീറ്റോടെ എന്തെങ്കിലും ഒരു മാറ്റം. സാർ, ഞാൻ ഇന്നൊരു ബോൾഡ് ഡിസിഷൻ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ ലക്ഷ്യം ഇതാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് മുതൽ ഇറങ്ങാൻ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് മോർണിംഗ് മീറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാവിധ ശക്തിയും ബുദ്ധിയും ഒക്കെ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടിയോ അതിനെക്കാട്ടും ഉപരി നിങ്ങൾക്ക് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ഞങ്ങൾ ഓടിയത്ര നിങ്ങൾ ഓടണ്ട, ഞങ്ങൾ പ്രയത്നിച്ചത്ര നിങ്ങൾ ഓടണ്ട. കാരണം ഇന്ന് സാഹചര്യം അനുകൂലമാണ്. രസോർണോ? ഇന്ന് സാഹചര്യം അനുകൂലമാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ട്രെയിനിങ് വേണോ? ഓൺലൈനിൽ ട്രെയിനിങ് കിട്ടും. ഓൺലൈനിൽ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കാണണോ? ഓൺലൈനിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് സാഹചര്യം 100% അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ ആഞ്ഞടിച്ചോളണം. ശരിയല്ലേ? അപ്പൊ അനുകൂലമായ സാഹചര്യം വന്നു കഴിഞ്ഞു. ഇനി വേറെ സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഒറ്റ തീരുമാനമെടുക്കുക, ഉറച്ചു നിൽക്കുക. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അവരെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. കമ്പനി തരുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചെടുക്കുക. പെർഫോമൻസ് ബോണസ് ആണെങ്കിൽ പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ആണെങ്കിൽ ലോയൽ, PDF ആണെങ്കിൽ PDF, എല്ലാം നമ്മൾ വാങ്ങിച്ചെടുക്കുക. ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാൻ പാടില്ല. എല്ലാ ആഴ്ചയിലും വരുമാനം ഉറപ്പാക്കുക. ഇങ്ങനെ മുന്നോട്ട് പോവാം. എല്ലാ ആളുകളും ഇന്ന് ഈ മീറ്റിംഗിൽ കയറിയ ഓരോ ആളുകളും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അല്ലാതെ അവർക്കൊന്നും മീറ്റിംഗിൽ കയറാൻ തോന്നുന്നില്ല. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറച്ച തീരുമാനമെടുത്ത് ശക്തമായിട്ട് നിൽക്കുക. ടീമും ലീഡേഴ്സും കമ്പനിയും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി നമ്മളൊരു തീരുമാനമെടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി.